എന്നതാണോ നേരെ വെളുത്തപ്പ തുടങ്ങിയത്? എന്തുവാ മനുഷ്യ ഇത്? അതിപ്പോ നാട്ടിലെ കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലും ആണല്ലോ. രാവിലെ ലോകം മുഴുവനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആ തലയ്ക്കകത്തങ്ങ് അറിയണ്ടേ? അറിയണം. വാർത്ത എന്ന് പറയല്ലേ, ന്യൂസ് എന്ന് പറഞ്ഞാലോ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ശരി 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 ശരി. അപ്പൊ ട്രംപിന് സമാധാനത്തിന്റെ അവാർഡ് കിട്ടുമോ? ഇല്ല, അത് ഡീല് സൈൻ ചെയ്തിട്ടില്ല. ഫ്രൈഡേ അല്ലേ ഡീല് സൈൻ ചെയ്തിട്ടുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ അപ്പാണ് കേട്ടോ. ഇന്ന് S&P 1.64 വരെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അവന് അവാർഡ് കിട്ടുമ്പം വേണം എനിക്ക് പോയി തലമുട്ടയടിക്കാൻ. പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലെ കാര്യം അതെന്താ ഇപ്പൊ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്നെന്ന് പറഞ്ഞു? അത് ഫ്രീ കൊടുക്കുന്ന 100 ദിവസത്തേക്കുള്ള ട്രയലാണ്, ഓർഡിനറി മാത്രം. ഇന്ന് തന്നെ ആണെങ്കിലും ഓർഡിനറി എന്ന് പറയുമ്പോ ഓർഡിനറി ബസ് ഇല്ലേ, ഓർഡിനറി ലോക്കൽ സൂപ്പറും ഫാസ്റ്റ് പാസഞ്ചറും ഒന്നും ഇല്ല. എനിക്ക് ലോക വിവരം കുറവായിരിക്കും. എന്തിനാ ഈ പെണ്ണുങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നത്? പൈസ കുറവുള്ളവർക്ക് കൊടുത്താൽ പോരെ? അതൊക്കെ വലിയ പണിയല്ലേ. ഇതിപ്പം ബസ്സൊക്കെ കയറുന്ന എല്ലാവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് നോക്കാൻ പറയാൻ പറ്റും. അതൊക്കെ വലിയ പണിയല്ലേ, സമയം എടുക്കുകയാണ്. നിങ്ങളുടെ സതീശൻ കേറിട്ട് എന്തായി? അങ്ങേരി കേറിയപ്പോ മുതല് പുള്ളിയെ പൂക്കി മുഖ്യമന്ത്രി എന്നാ വിളിക്കുന്നത്. ഭയങ്കര സൂപ്പർ അല്ലേ? പൂക്കി അതിന്റെ അർത്ഥം എന്നാ? പ്രിയപ്പെട്ട സ്നേഹത്തോട് വിളിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ പുള്ളി ഭയങ്കര പെർഫോമൻസ് ആണ് കേട്ടോ. ഇപ്പം തന്നെ ബജറ്റില് അവതരിപ്പിക്കാൻ പോവാണല്ലോ. ഇപ്പം തന്നെ 16,000 കോടി രൂപ എക്സ്ട്രാ വരുമാനം വന്നു കഴിഞ്ഞു. അതെങ്ങനെ വന്നത്? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ വന്ന്? ബജറ്റിന് മുമ്പ് വരുമാനം വരാമല്ലോ. ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ? സ്വർണം കിട്ടിയോ? സ്വർണം കിട്ടി. ഇല്ല, സ്വർണം കിട്ടിയില്ല. അതിനകത്ത് പരാതി ഉള്ള പത്മകുമാറില്ലേ, CPM-ന്റെ ആള്, പുള്ളിക്ക് ഇപ്പൊ സസ്പെൻഷൻ കിട്ടി. ഇപ്പം കിട്ടി, 2 മിനിറ്റേ ആയിട്ടുണ്ട്. എല്ലാം അപ്ഡേറ്റഡാ. അറിയണ്ട കാര്യങ്ങളൊക്കെ അറിയണ്ടേ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയാം അല്ലേ? അപ്പൊ കൊച്ചിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് എന്തറിയാം? വ്യാഴാഴ്ച കൊച്ചിന് ഒരു അപ്പോയിന്റ്മെന്റ് ഉള്ള കാര്യം അറിയാവോ? എന്നാ അപ്പോയിന്റ്മെന്റ്? ഏത് കൊച്ചിനാന്നറിയാവോ? ആദ്യം നിങ്ങളുടെ മകന് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ അതേക്കുറിച്ച് 2 പ്രാവശ്യം പറഞ്ഞായിരുന്നു, ടെക്സ്റ്റും അയച്ചായിരുന്നു. അറിയാവോ? ഞാൻ അതങ്ങ് മറന്നുപോയി കേട്ടോ. ഇതെന്തല്ല അപ്പോയിന്റ്മെന്റ്? നാളെയല്ല, വ്യാഴാഴ്ച 2:30. എത്ര പ്രാവശ്യം നിങ്ങൾ അവിടെ കൊണ്ടുപോയതാ? നിങ്ങൾ ഓർക്കണില്ല? ഞാൻ മറന്നുപോയി. കൊള്ളാം. ഫസ്റ്റ് എന്തിനാ അവനെ കൊണ്ടുവന്നെന്നറിയാവോ? ഇല്ല, അതും പറ. ഡീപ് ക്ലീനിങ്. കൊള്ളാം. ബെസ്റ്റ്. ലോകത്തുള്ള സർവമാന കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം മാത്രം അറിയല. എന്റെ കാര്യം വിട, പിള്ളേരുടെ കാര്യം പോലും മനസ്സിലാകും. കഷ്ടം തന്നെ. റെസ്പോൺസിബിൾ ആയിരിക്കേണ്ട ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടായ